ഹലോ നമസ്കാരം. 2025-26 വർഷങ്ങളിൽ പഠിക്കാൻ ഏറ്റവും നല്ല രാജ്യം ഏതാണ് എന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് USA പരിഗണിക്കാം. USA എന്തുകൊണ്ടാണ് ഒരു നല്ല സ്റ്റഡി ഡെസ്റ്റിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ സാലറി ലോകത്ത് ലഭിക്കുന്ന രാജ്യം USA ആണ്. അതുപോലെ ഗ്ലോബൽ എക്സ്പീരിയൻസ് അടിപൊളി ഏറ്റവും ബെസ്റ്റ് USA-ലെയാണ്. USA-ലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തും ജോലിക്ക് എടുക്കാനായിട്ട് യാതൊരു മടിയും ആൾക്കാർക്കില്ല. ദുബായിലായിക്കോട്ടെ, ഓസ്ട്രേലിയയിലായിക്കോട്ടെ, കാനഡയിലായിക്കോട്ടെ, UK-യിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, ഏത് രാജ്യത്തും US എക്സ്പീരിയൻസിനെ നന്നായി വിലമതിക്കുന്നതാണ്. കാരണം അവിടുത്തെ വർക്ക് കൾച്ചറും അവിടുത്തെ പ്രൊഫഷണലിസവും അവിടുത്തെ അഡ്വാൻസ് ടെക്നോളജിയുടെ ഉപയോഗവും എല്ലാം അതിൻ്റെ സാങ്കേതിക വിദ്യകളൊക്കെ പുതിയതായതുകൊണ്ട് തന്നെ USA-ലെ എക്സ്പീരിയൻസ് ഭയങ്കര വാല്യുബിൾ ആണ്. പക്ഷേ ഒരു ലോങ് ടേം കരിയർ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് റെസിഡൻസി ഇതൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ USA അത്ര നല്ല ഒരു രാജ്യമല്ല. എസ്പെഷ്യലി ഇമിഗ്രേഷൻ എതിരായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ട്രംപ് പുതിയതായി കൊണ്ടുവരുന്നതും എല്ലാം നമുക്ക് കാണാം. അതുപോലെ സ്റ്റുഡൻസിനെ തിരിച്ചുവിടുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ. ഹാർവാർഡിലും ഒക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ വായിക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് USA പറ്റി പറയാനുള്ളതെങ്കിൽ UK-യുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. UK-യിലേക്ക് പഠിക്കാൻ പോയാൽ ഭയങ്കര എളുപ്പമുള്ളൊരു രാജ്യമാണ്. പക്ഷേ ഈ MBA അല്ലെങ്കിൽ ഹെൽത്ത് മാനേജ്മെൻറ്റ്, പബ്ലിക് ഹെൽത്ത് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും പഠിക്കാനായിട്ട് ദയവേത് ആരും UK-യിലേക്ക് പോകരുത്. ഒരുപാട് കുട്ടികൾ ഓൾറെഡി അവിടെ ഈ പ്രോഗ്രാം പഠിക്കുന്നുണ്ട്, പഠിച്ചു കഴിഞ്ഞവരുണ്ട് എന്നൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ അത്രയേറെ കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും. അത്ര വലിയൊരു എക്കണോമി അല്ല UK-യുടേത്. അങ്ങനെയൊക്കെ പരിഗണിക്കുമ്പോൾ ഈ കോഴ്സുകൾ എടുക്കാതെ കുറച്ചുകൂടെ ഹെൽത്ത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് നിങ്ങൾ പഠിക്കാൻ UK-ക്ക് പോകുന്നതെങ്കിൽ വലിയ കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ UK പറ്റി ഇപ്പോൾ പറയുന്ന കുറേ ന്യൂസുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. വൈറ്റ് പേപ്പർ വന്നു, ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ILR കിട്ടണമെങ്കിൽ ഇൻഡെഫിനൈറ്റ് ലീവ് ടു റിമെയിൻ, അതാണ് പെർമനൻറ്റ് റെസിഡൻസി, അങ്ങനെയാണ് UK-യിൽ പറയുന്ന പേര്. അപ്പോൾ ഈ ILR കിട്ടണമെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ വർക്ക് വിസയ്ക്ക് പകരം 10 വർഷത്തെ വർക്ക് വിസ വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അത് UK മാർക്കറ്റിനെ നന്നായി ബാധിക്കുന്നുണ്ട്. ആൾക്കാർ UK-യിൽ പോകുന്നത് സെറ്റിലാവാൻ വേണ്ടി പോകുന്നവരാണ് കൂടുതൽ പേരും അല്ലേ. പക്ഷേ അങ്ങനെ സെറ്റിലാവാനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടാകും UK-യിൽ എന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്റ്റേ ബാക്ക് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. 2 കൊല്ലം എന്നുള്ളത് 1.5 വർഷമായിട്ട് കുറയ്ക്കാനും നോക്കുന്നു. അപ്പോൾ ഇതൊക്കെ UK മാർക്കറ്റിനെ നന്നായി ബാധിക്കുന്നുണ്ട്. അപ്പം നന്നായി ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ ഹൊലാവേൾഡിൻ്റെ എന്നും ഫേവറേറ്റ് ആണ്. ഹൊലാവേൾഡിൻ്റെ ഓഫീസ് സിഡ്നിയിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഓസ്ട്രേലിയയെ പറ്റി നന്നായി പറയുന്നത്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ മൊത്തത്തിലുള്ള ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിലെ ക്ലൈമറ്റ് ഇന്ത്യക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ക്ലൈമറ്റാണ്. നല്ല വെതർ കണ്ടീഷൻസ് ആണ്. സാലറി കിട്ടുന്ന കാര്യത്തിൽ USA കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. ഇവിടെ കിട്ടുന്ന സാലറി നല്ലതാണ്, മിനിമം വേജ് നല്ലതാണ്, ഒരുപാട് പ്രൊട്ടക്ഷൻ റൂൾസ് ഉണ്ട്. ആൻഡ് പെർമനൻറ്റ് റെസിഡൻസി, ഒരു ലോങ് ടേം കരിയർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓസ്ട്രേലിയ അടിപൊളിയാണ്. മാത്രമല്ല റീജിയണൽ ഏരിയയിൽ പഠിക്കുന്നത് ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. എസ്പെഷ്യലി ടെക്ക് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതലുള്ള മേഖലകളിൽ റീജിയണൽ ഏരിയസിന് നല്ല വേക്കൻസി ഇപ്പോഴും ഉണ്ട്. കാറ്റഗറി 2, കാറ്റഗറി 3 സിറ്റീസിലേക്ക് അഡിലേഡ്, പെർത്ത്, കാൻബറ ഇതൊക്കെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയാറുള്ളത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. PR-ന് കിട്ടുന്ന പോയിൻറ്റ്സ് 5 പോയിൻറ്റ്സ് എക്സ്ട്രാ ഉണ്ട്. സ്റ്റേ ബാക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. വേറെ 190, 491 വിസ കാറ്റഗറികളിൽ കിട്ടുന്ന അഡ്വാൻറ്റേജസ് കൂടുതലാണ്. ഇതൊക്കെയാണ് ഓസ്ട്രേലിയയുടെ ഹൈലൈറ്റ്സ്. ഇനി നമുക്ക് നെതർലൻഡ്സ്. യൂറോപ്പ് ട്രെൻഡിങ് ആണ്. യൂറോപ്പ് വളർന്നു വരുന്നു. യൂറോപ്പിലൊരു നല്ല രാജ്യമാണ് നെതർലൻഡ്സ്. അതുപോലെ ജർമ്മനിയും നെതർലൻഡ്സിനെ പറ്റി സംസാരിക്കാം. നെതർലൻഡ്സിലെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ പഠിക്കാൻ നല്ല രാജ്യമാണ്. അതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജർമ്മനി പഠിക്കാൻ പോകുന്നവർ ദയവായി ജർമ്മൻ പഠിച്ചിട്ട് പോവുക. ടെക് ഇൻഡസ്ട്രി അല്ലാതെ ബാക്കി ഏത് ഇൻഡസ്ട്രിയിലേക്കും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്. ഇത് മനസ്സിലാക്കാതെ ആരെങ്കിലും പറയുന്നതായിട്ട് ജർമ്മൻ ഇല്ലാതെയും നമുക്ക് പഠിക്കാമല്ലോ, പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, ജോലി കിട്ടണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണം. അപ്പം അത് പഠിച്ചെടുക്കാനുള്ള കഴിവുള്ളവർ മാത്രം ജർമ്മനിക്ക് പോവുക. നമ്മുടെ ഇവിടെ നിന്ന് ഒരു B2 ഒക്കെ പാസ്സായിട്ട് ജർമ്മനി പോയി പഠിക്കുവാണെങ്കിൽ യാതൊരു പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ ഒരു A2 ലെവൽ എങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഠനത്തോടൊപ്പം B2 ലെവൽ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. എങ്ങനെയെങ്കിലും നമുക്ക് ജർമ്മനിലെ പ്രാവീണ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ജോലിയിലേക്ക് ലാൻഡ് ചെയ്യാൻ, ഈവൻ ടെക് ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും IT ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ ഒരു ഗ്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും. അപ്പോൾ നമ്മൾ യൂറോപ്പിലെ നെതർലൻഡ്സും ജർമ്മനിയും പറ്റി പറഞ്ഞു. വേറെ രാജ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് അയർലൻഡ്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ഇതിനെ 3 കമ്പയർ ചെയ്ത് ഞാൻ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മെയിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ദിസ് ഇസ് ജസ്റ്റ് സൈനിങ് ഔട്ട് ഫ്രം ഹോലാവേൾഡ് യൂട്യൂബ് ചാനൽ.